നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 19 വയസ്സുള്ള മെഡിക്കൽ വിദ്യാർത്ഥിയെയും കൂട്ടി അവൻ്റെ അമ്മയാണ് ഞങ്ങളുടെ അടുത്ത് വരുന്നത്. ഈ കുട്ടിക്ക് 1 വർഷം മുൻപ് അവൻ്റെ ജീവിതത്തിലൊരു വലിയ ദുരന്തം സംഭവിച്ചു. ആ ദുരന്തം മറ്റൊന്നുമല്ല, അവൻ്റെ അച്ഛൻ പെട്ടെന്ന് ക്യാൻസർ ബാധിതനായി മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അച്ഛനൊരു കൂലിപ്പണിക്കാരനായിരുന്നു, കഠിനാധ്വാനിയായിരുന്നു, പ്രത്യേകിച്ച് ദുസ്വഭാവങ്ങളൊന്നും പറയാനില്ലാത്തൊരു വ്യക്തിയാണ്. വീട്ടിലെ കാര്യങ്ങളെല്ലാം നന്നായി നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ്. മകൻ്റെ മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ കഴിഞ്ഞു. അവന് മെഡിസിന് അഡ്മിഷൻ കിട്ടുന്ന തരത്തിലൊരു റാങ്കും വന്നു. വളരെ സന്തോഷത്തോടെ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഈ അച്ഛൻ കുഴഞ്ഞു വീഴുകയാണ്. ആ കുഴഞ്ഞു വീണപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴേക്കൊണ്ട് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കുന്നു. ഇതെന്താണ് കാരണം എന്നുള്ള വിശദ പരിശോധനകളിലാണ് അദ്ദേഹത്തിന് ആമാശയത്തിൽ, സ്റ്റൊമക്കിൽ ക്യാൻസർ ഫോം ചെയ്തിരുന്നു. ഇത് ഒരുപാട് നാളത്തെ പഴക്കമായി. കുറേ നാളായിട്ട് ഈ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ ഗ്യാസിൻ്റെ അസുഖം ഉണ്ടെന്ന് പറയുന്നു, വയറ്റിൽ എരിച്ചിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പല സ്ഥലത്തും പോയി ഡോക്ടർമാരെ കാണിക്കുന്നു, മരുന്നുകൾ വാങ്ങി കഴിക്കുന്നു. ചിലപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഗ്യാസിൻ്റെ ഗുളിക ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നു. പക്ഷേ ഒരു വിശദമായ പരിശോധനയോ എൻഡോസ്കോപ്പിയോ ഒന്നും നടന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ 7 കുറയുന്നു. അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ സംഭവിക്കില്ല. ഒന്നുകിൽ ഭക്ഷണം കഴിക്കുന്ന കുറവായിരിക്കും, അല്ലെങ്കിൽ ഭക്ഷണം ആഗിരണം ചെയ്യുന്ന കുറയണം. ഈ ഭക്ഷണം ആഗിരണം ചെയ്ത് കുറയണമെങ്കിൽ ആമാശയ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകണം. ആ ഒരു പരിശോധനയിലാണ് ഇത് ക്യാൻസർ ആണെന്ന് കണ്ടെത്തുകയും അത് ക്യാൻസർ നിർണയിച്ചൊരു 3 മാസത്തിനുള്ളിൽ അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. കാരണം കരളിലേക്കൊക്കെ ക്യാൻസർ കോശങ്ങൾ അന്ന് വ്യാപിച്ചിരുന്നു. പക്ഷേ ആ സമയത്ത് വീട്ടിലുള്ള ആളുകളൊക്കെ അന്ന് ഇവൻ മെഡിക്കൽ കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി, അത് ക്ലാസ് തുടങ്ങിയ സമയത്തായിരുന്നു ഈ മരണം സംഭവിക്കുന്നത്. അന്ന് വീട്ടിലുള്ളവരും ബന്ധുക്കളും എല്ലാം പറഞ്ഞു, നീയാണ് ഈ വീട്ടിലെ പുരുഷൻ, നിൻ്റെ അമ്മ തളർന്നു പോകാതിരിക്കണമെങ്കിൽ, നിൻ്റെ അനിയത്തി തളർന്നു പോകാതിരിക്കണമെങ്കിൽ നീ നല്ല ശക്തമായിട്ട് ഈ സാഹചര്യം കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി അന്ന് കരയാതെ ആ സന്ദർഭങ്ങളൊക്കെ പിടിച്ചു നിന്നു. എന്നിട്ട് 1 വർഷം കഴിഞ്ഞ് അവൻ്റെ 1ാം വർഷ MBBS പരീക്ഷ കഴിഞ്ഞ ആ സമയത്ത് അവന് വല്ലാത്ത തരത്തിലുള്ളൊരു വിഷമം, കരച്ചിൽ, കുറ്റബോധം, വല്ലാത്ത തരത്തിലുള്ള വെപ്രാളം, വെറുതെ വീട്ടിലിരിക്കുമ്പോൾ തന്നെ നെഞ്ച് കിടന്ന് പടപടാന്ന് ഇടിക്കുന്നു, കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലത്തെ ഒരു തോന്നൽ വരുന്നു. ഇങ്ങനത്തെ ലക്ഷണങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും അച്ഛന് ഈ വയറിൻ്റെ ക്യാൻസറൊക്കെ ഉള്ളതുകൊണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും സംഗതിയാണോ എന്നൊക്കെ ഭയന്ന് അമ്മ അടുത്തുള്ള ഒരു ഉദരരോഗ വിദഗ്ധനെ കൊണ്ട് കാണിച്ച് അവനും എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് നോക്കി. കുഴപ്പങ്ങളൊന്നുമില്ല. ശാരീരിക പരിശോധനയിലോ രക്തപരിശോധനകളിലോ ഒന്നും കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ആ കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടു പോയാൽ ദുഃഖം തോന്നുക എന്നുള്ളത് സ്വാഭാവിക പ്രതികരണമാണ്. ആ ദുഃഖത്തിൻ്റെ ഫലമായിട്ട് കരച്ചിലുണ്ടാവും, ചിലപ്പോൾ ദേഷ്യപ്രകടനങ്ങളുണ്ടാവും. ആ മരിച്ചുപോയ വ്യക്തിയോട് നമുക്ക് നീതി പുലർത്താൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ മരണം നമുക്ക് തടയാൻ സാധിച്ചില്ല തുടങ്ങിയ കുറ്റബോധം മനസ്സിൽ വരാം. അതിനെ തുടർന്ന് കുറച്ച് വിഷമങ്ങളൊക്കെ വരാം. ആ മരിച്ചുപോയ വ്യക്തി മരിച്ചുപോയി എന്ന് സമ്മതിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിച്ചു എന്ന് വരില്ല. ആ വ്യക്തിയുമായി ചിലപ്പോൾ ആശയവിനിമയം നടത്തുന്ന തരത്തിലുള്ള ചിന്തകളൊക്കെ വന്നേക്കാം. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള നഷ്ടദുഃഖ പ്രതികരണം അല്ലെങ്കിൽ ഗ്രീഫ് റിയാക്ഷൻ എന്ന് പറയുന്നൊരു സംഗതിയുടെ ഘടകങ്ങളാണ്. പക്ഷേ ചിലപ്പോൾ ചില വ്യക്തികളിൽ ചില സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ട് ഇത്തരം ഗ്രീഫ് റിയാക്ഷൻസ് സ്വാഭാവികമായും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഇവിടെ ഈ കേസിൽ സംഭവിച്ചത് 18 വയസ്സുള്ള ആ കുട്ടിയോട് ബന്ധുക്കളെല്ലാം പറഞ്ഞു, നീയാണ് ഇനി ഈ വീട്ടിലെ പുരുഷൻ, പുരുഷന്മാർ കരയാൻ പാടില്ല, പുരുഷന്മാർ സഹായം ചോദിക്കാൻ പാടില്ല ആരോടും, പുരുഷന്മാർ വിഷമമുണ്ടെന്ന് പറയാൻ പാടില്ല. ഇതൊക്കെയാണല്ലോ നമ്മുടെ വിഷലിപ്ത പൗരുഷം അല്ലെങ്കിൽ ടോക്സിക് മാസ്കുലൈനിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനങ്ങൾ തന്നെ. അപ്പോൾ ഈ ബന്ധുക്കളെല്ലാം കൂടെ പറഞ്ഞു, നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, നീ കരയരുത്, നീ വിഷമിക്കരുത്, എങ്കിലേ നിൻ്റെ അമ്മയ്ക്കും അനുജത്തിക്കും ഈ സാഹചര്യം തരണം ചെയ്യാൻ പറ്റൂ. അവൻ അതെല്ലാം കേട്ട് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു. അവൻ്റെ ഉപബോധ മനസ്സ് ഈ അച്ഛൻ മരിച്ചു എന്നതിനെ വിശ്വസിക്കാൻ അവൻ തയ്യാറായില്ല. അവൻ ആ സാഹചര്യമൊക്കെ പിടിച്ചു നിന്നു, അതിനെ മറികടന്നു. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ പോയി പഠിച്ചു. 1ാം വർഷ MBBS വളരെ കഠിനമായ പഠനം ആവശ്യമുള്ളൊരു കാലഘട്ടമാണ്. ആ പഠിത്തത്തിലേക്ക് പൂർണ്ണമായിട്ട് മുഴുകി ആ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പരീക്ഷ കഴിഞ്ഞു, പരീക്ഷ വിജയിച്ചു. ആ പരീക്ഷയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞുള്ള അവധിക്കാലമായപ്പോഴാണ് ഒരുപക്ഷെ അവൻ്റെ മനസ്സിലേക്ക് ഈ ഡിലേയ്ഡ് ഗ്രീഫ് റിയാക്ഷൻ എന്ന് പറയും, അതായത് വൈകി വരുന്ന നഷ്ടദുഃഖ പ്രതികരണങ്ങൾ, അച്ഛൻ്റെ രോഗം, അച്ഛൻ ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ചൊരു അച്ഛനാണെന്നാണ് ആ കുട്ടി പറയുന്നത്. കാരണം ഇവന് ഒരു പനിയോ മറ്റെന്തെങ്കിലും അസുഖങ്ങളോ വന്നാൽ
ഉറക്കമുളച്ചിരുന്ന് നോക്കി ഓരോ 2 മണിക്കൂറും ഇടവിട്ട് ഈ തണുത്ത വെള്ളത്തിൽ തുണി മുക്കി വന്ന് തുടച്ചു കൊടുത്തിരുന്ന അത്ര നന്നായിട്ട് മക്കളെ നോക്കിയിരുന്നൊരച്ഛനാണ്. ആ അച്ഛൻ്റെ മരണത്തിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അത് തടയാൻ പറ്റിയില്ല, അച്ഛനോട് നീതി പുലർത്താൻ പറ്റിയില്ല, അച്ഛൻ മരിച്ചപ്പോൾ ഒന്ന് കരയാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളൊരു കുറ്റബോധത്തിൽ നിന്നാണ് ഈ ഡിലേയ്ഡ് ഗ്രീഫ് റിയാക്ഷൻ വരുന്നത്. സാധാരണഗതിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ അത് മനസ്സ് തുറന്ന് പ്രകടിപ്പിക്കാനും അവൻ്റെ വിഷമങ്ങളും അവൻ്റെ വേദനകളും അവൻ്റെ നിസ്സഹായാവസ്ഥകളും ഒക്കെ പറയാനും കരയാനുമുള്ള ഒരവസരം കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പുരുഷനാണ് എന്നതുകൊണ്ട് കരയാൻ പാടില്ല, സങ്കടപ്പെടാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയുന്നത് നല്ലതല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം കൊടുക്കണം. അതുവഴി അത് പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് മാറാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം. നന്ദി, നമസ്കാരം.